എപ്പോഴാ ഒരു സഹായം ചെയ്യലിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പൂർണ്ണമാവാ? സഹായം ലഭിക്കുന്നവൻ അതറിയാതെ പോകുമ്പോഴാണ്. മദീനയുടെ തെരുവിൽ ഒരു വിധവ പാതിരാവിൽ വെള്ളമെടുക്കാൻ വേണ്ടി ഒരു കൂറ്റൻ പാറ തള്ളിമാറ്റുന്ന അപൂർവമായ കാഴ്ച പാതിരാവിൽ ഒരു മനുഷ്യൻ കണ്ടു. ആ പെണ്ണിനെ സഹായിക്കാൻ വേണ്ടി ആ മനുഷ്യൻ നിർലോഭം അങ്ങോട്ട് കടന്നു ചെന്നു. സഹോദരിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ സഹോദരിയുടെ മുഖത്ത് പോലും നോക്കിയില്ല. അദ്ദേഹത്തിന്റെ ദൃഢമായ കൈത്തണ്ടുകൾ കൊണ്ട് കൂറ്റൻ പാറയെ വലിച്ചു മാറ്റി യഥേഷ്ടം വെള്ളമെടുത്ത് പാത്രത്തിൽ നിറച്ചു. അത് തലയിൽ ചുമന്നു കൊണ്ടുപോവാൻ ധൃതി കൂട്ടിയ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് നീ പോയിക്കോളൂ. ആ വീട്ടിൽ കുട്ടികൾ കരയുന്ന ശബ്ദം താഴെ കേൾക്കാം. അവൾ വീട്ടിലേക്ക് ഓടിച്ചെന്നു. കുട്ടി കരയുന്നത് കേട്ട് വിശന്ന് കരയുന്ന കുട്ടി. ഈ മനുഷ്യൻ ആ വെള്ളപ്പാത്രം ചുമന്നു കൊണ്ടുവന്നവരുടെ വീട്ടിൽ വെച്ച് യാത്ര പോലും ചോദിക്കാതെ തിരിച്ചു പോന്നു. എന്നിട്ട് വീടിന്റെ പടി കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, രാവിലെ ഖലീഫ ഉമറിന്റെ ദർബാറിൽ സന്നിധാനത്തിൽ വന്നുകൊണ്ട് നിന്റെ സങ്കടം പറഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ട്. ആ പെണ്ണ് പിറ്റേ ദിവസം തേടിപ്പിടിച്ചു, ഖലീഫ എവിടെ? ആ പെണ്ണ് തേടിപ്പിടിച്ചെത്തിയ ഖലീഫയുടെ മുന്നിൽ വന്നുകൊണ്ട് പരിഹാരം പറയാൻ വരുമ്പോൾ പാതിരാവിന്റെ പരാവര വെളിച്ചത്തിൽ കണ്ട ആകാര ഭംഗിയിലും പ്രകാശമുള്ള മുഖത്തിലും താൻ കണ്ട ചിത്രമെന്തോ ആ ചിത്രമാണ് ഈ ഇരിക്കുന്ന ഖലീഫ. പടച്ചറബ്ബേ, ഇന്നലെ രാത്രി ആ പാറക്കെട്ട് മാറ്റിത്തന്നെനിക്ക് വെള്ളമെടുത്തു തന്ന മനുഷ്യനാണോ? ഇന്ന് ഖലീഫയുടെ കസരയിൽ ഞാൻ കാണുന്നത് കിസ്റ പനിക്കും കൈസറും വിറക്കുന്നതാ. മിസ്ർ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുല്ലിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വീകരിക്കുന്നവൻ താൻ ചെയ്തത് അറിയണ്ട. ഏറ്റവും വലിയ ദുആ അസാന്നിധ്യത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ദുആ എന്ന് ഖാല റസൂലുള്ളാഹി. ഏറ്റവും വലിയ സദഖ ഏതാ? സ്വീകരിക്കുന്നവൻ അറിയാതെ നമ്മൾ ചെയ്യുന്ന സദഖയാ. കമാ ഖാല റസൂലുള്ളാഹി